ഇന്ന് നമ്മൾ there is, there are എന്നീ വാക്കുകളുടെ നെഗറ്റീവ് രൂപങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. there is എന്ന വാക്കിന് ശേഷം not എന്ന വാക്ക് കൂട്ടിച്ചേർത്താൽ there is not ഇല്ല എന്നർത്ഥം കിട്ടും. അതിനെ ചുരുക്കി there isn't എന്ന് പറയാവുന്നതാണ്. അതുപോലെ there are എന്ന് വച്ചാൽ ഉണ്ട്, അതിനുശേഷം നോട്ട് ചേർത്താൽ there are not അർത്ഥം ഇല്ല എന്ന് കിട്ടും. ഇത് പ്ലൂറലാണ്. തൊട്ട് മുകളിൽ പറഞ്ഞത് സിംഗുലറാണ്. there are not ചുരുക്കിയാൽ there aren't എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഇല്ല എന്ന് തന്നെയാണ്. ഇവയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി പഠിക്കുന്നത്. ഇവിടെ there isn't അഥവാ there is പ്ലസ് നോട്ട് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നോക്കാം. there is നോട്ട് ചേർത്താൽ there is not, അത് ചുരുക്കി there isn't ഇല്ല എന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ there isനെ പറ്റിയും there areനെ പറ്റിയും വിശദമായി പഠിച്ചിരുന്നു. അതിന് ഉണ്ട് എന്നായിരുന്നു അർത്ഥം. അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഇന്ന് പഠിക്കുന്നത്. there isn't സിംഗുലറാണ്, അതുപോലെ there aren't പ്ലൂറലുമാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്കിന്ന് ഇവിടെ there isn't ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ആദ്യം കൗണ്ടബിൾ നൗൺസ് സിംഗുലർ എന്ന ഹെഡിങ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നാമങ്ങളെ നൗണുകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എണ്ണാൻ കഴിയുന്ന നാമങ്ങളും എണ്ണാൻ കഴിയാത്ത നാമങ്ങളും എന്നുള്ള രീതിയിൽ കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും എന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എണ്ണാൻ കഴിയുന്ന നാമങ്ങൾക്ക് ബഹുവചനം ഉണ്ടായിരിക്കും, പ്ലൂറൽ ഫോം ഉണ്ടായിരിക്കും. എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് പ്ലൂറൽ ഫോം അഥവാ ബഹുവചനം ഉണ്ടായിരിക്കുകയില്ല. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആദ്യം എണ്ണാൻ കഴിയുന്ന നാമങ്ങളുടെ ഏകവചന നാമങ്ങളെ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനോട് there is ചേർത്ത് ആദ്യം പഠിക്കുന്നു. അതിനുശേഷം അതിൻ്റെ നെഗറ്റീവ് ഫോം അതിൻ്റെ വലതുവശത്തായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇടതുവശത്ത് തന്നിരിക്കുന്നത് അഫിർമേറ്റീവ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. അതായത് ഉണ്ട്, ആകുന്നു എന്ന എന്തെങ്കിലും ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന സെൻറ്റൻസുകളാണ്. അതിൻ്റെ നെഗറ്റീവാണ്, അതില്ല എന്ന് അർത്ഥം വരുന്ന സെൻറ്റൻസുകളാണ് ഓരോ സെൻറ്റൻസിൻ്റെയും നേർക്ക് വലത് ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. there is a tree in the yard. there is ഉണ്ട്, എ ഒരു, ട്രീ മരം, ഇൻ ദ യാർഡ് മുറ്റത്ത്, മുറ്റത്തൊരു മരമുണ്ട്. അതിനെ നെഗറ്റീവാക്കി എഴുതുമ്പോൾ there is കഴിഞ്ഞ് നോട്ട് ചേർക്കണം. അപ്പോൾ there is not a tree in the yard എന്ന് വായിക്കാൻ കഴിയും. അതായത് മുറ്റത്ത് ഒരു മരം ഇല്ല. ഈ there is നോട്ടിനെ നമുക്ക് ചുരുക്കി there isn't എന്ന് വായിക്കാൻ പറ്റും, അങ്ങനെ ഉപയോഗിക്കുവാനും കഴിയും. അപ്പോൾ there is not a tree എന്ന് പറയുന്നതും there isn't a tree എന്ന് പറയുന്നതും ഒരേ അർത്ഥം തന്നെയാണ്. ഇവിടെ നമ്മൾ ചുരുക്കെഴുത്ത് രൂപമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. there isn't a tree in the yard, മുറ്റത്തൊരു മരം ഇല്ല. നെക്സ്റ്റ് സെൻറ്റൻസ് there is a pot in the kitchen. there is ഉണ്ട്, എ ഒരു, പോട്ട് കലം, ഇൻ ദ കിച്ചൻ അടുക്കളയിൽ, അടുക്കളയിൽ ഒരു കലം ഉണ്ട്. അടുക്കളയിൽ ഒരു കലം ഇല്ല എന്ന് പറയുവാൻ there is കഴിഞ്ഞ് നോട്ട് ചേർക്കണം. there is not a pot in the kitchen. ആ there is നോട്ടിനെ ചുരുക്കി there isn't a pot in the kitchen എന്നും പറയാം. അടുക്കളയിൽ ഒരു കലം ഇല്ല. നെക്സ്റ്റ് സെൻറ്റൻസ് there is a teacher in the classroom. there is ഉണ്ട്, എ ഒരു, ടീച്ചർ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ, ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഉണ്ട്. അതിൻ്റെ നെഗറ്റീവ് there is not a teacher in the classroom അല്ലെങ്കിൽ there isn't a teacher in the classroom, ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ഇല്ല. നെക്സ്റ്റ് there is a dog at the gate. there is ഉണ്ട്, എ ഒരു, ഡോഗ് പട്ടി, at the gate ഗേറ്റിനടുത്ത്, ഗേറ്റിനടുത്ത് ഒരു പട്ടിയുണ്ട്. അടുത്ത ഗേറ്റിനടുത്തൊരു പട്ടി ഇല്ല എന്ന് പറയുവാൻ there is കഴിഞ്ഞ് നോട്ട് ചേർത്താൽ മതി. there is not a dog at the gate അഥവാ there isn't a dog at the gate, ഗേറ്റിനടുത്ത് ഒരു പട്ടി ഇല്ല. നെക്സ്റ്റ് there is a book on the table. മേശപ്പുറത്ത് ഒരു ബുക്ക് അഥവാ പുസ്തകം ഉണ്ട്. അത് നെഗറ്റീവ് ആക്കുവാൻ there is കഴിഞ്ഞ് നോട്ട് ചേർക്കുക. there is not a book on the table, മേശപ്പുറത്തൊരു പുസ്തകം ഇല്ല.
ചുരുക്കി there isn't a book on the table എന്നും വായിക്കാം. നെക്സ്റ്റ് there is a cow in the field. there is ഉണ്ട് ഒരു കൗ പശു in the field വയലിൽ. വയലിൽ ഒരു പശു ഉണ്ട്. അതിനെ നെഗറ്റീവ് ആക്കുവാൻ വേണ്ടി there is കഴിഞ്ഞ് നോട്ട് ചേർക്കുക. there is not a cow in the field അല്ലെങ്കിൽ there isn't a cow in the field. വയലിൽ ഒരു പശു ഇല്ല. ഇവിടെ there isന് ശേഷം വന്നിരിക്കുന്ന നാമങ്ങൾ ആ പച്ച മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകളാണ് ഇവിടെ നാമങ്ങൾ. ട്രീ, പോട്ട്, ടീച്ചർ, ഡോഗ്, ബുക്ക്, കൗ. ഇതൊക്കെ തന്നെ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ട്രീ എന്ന് വെച്ചാൽ ഒരു മരം, പോട്ട് എ ട്രീ ഒരു മരം, എ പോട്ട് ഒരു കലം, എ ടീച്ചർ ഒരു അധ്യാപകൻ, എ ഡോഗ് ഒരു പട്ടി, എ ബുക്ക് ഒരു പുസ്തകം, എ കൗ ഒരു പശു. അപ്പം അങ്ങനെയുള്ള കൗണ്ടബിൾ നൗൺസുകളാണിത്. അതിൻ്റെ സിംഗുലർ ഏകവചനത്തിൻ്റെ കൂടെയാണ് ഇവിടെ there is ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ there is ഉപയോഗിക്കുന്ന വിധമാണ് ഇവിടെ പഠിക്കുന്നത്. കൗണ്ടബിൾ നൗൺസ് സിംഗുലറിൻ്റെ കൂടെ there is ഉപയോഗിക്കും. അടുത്തെന്താ പറയുന്നത്? അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയും there is ഉപയോഗിക്കും. ഇവിടെ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് ഷുഗർ, വാട്ടർ, മിൽക്ക്, പെട്രോൾ, ഓയിൽ, ഓക്സിജൻ, കോഫി എന്നീ വാക്കുകൾ പച്ച മഷിയിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഷുഗർ എന്നത് ഒരു നാമമാണ്, പക്ഷെ അതിന് പ്ലൂറൽ ഫോം ഇല്ല. ഷുഗേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ല, വാട്ടേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ല, മിൽക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ല, പെട്രോൾസ്, അതുപോലെ ഓയിൽസ്, ഓക്സിജൻസ്, കോഫീസ് ഇങ്ങനെയൊന്നും ഇംഗ്ലീഷിൽ ഇതിന് ബഹുവചന രൂപങ്ങളില്ല. ഇതിന് ഏകവചന രൂപം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പഠിക്കുക, അൺകൗണ്ടബിൾ നൗൺസിന് എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് പ്ലൂറൽ ഫോം ബഹുവചന രൂപം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇവിടെ there is ഉപയോഗിക്കുന്നത് ആദ്യം എണ്ണാൻ കഴിയുന്ന നാമങ്ങളുടെ സിംഗുലർ ഏകവചന രൂപത്തിൻ്റെ കൂടെ there is ഉപയോഗിച്ചു. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇനി പഠിക്കുന്നത് എണ്ണാൻ കഴിയാത്ത നാമങ്ങളുടെ കൂടെ, അത് സ്വാഭാവികമായിട്ടും സിംഗുലർ ആയിരിക്കും, കാരണം എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് പ്ലൂറൽ ഇല്ല. അപ്പോൾ നോക്കാം. there is some sugar in the bowl. there is ഉണ്ട്, some കുറച്ച്, സമ്മിൻ്റെ അർത്ഥം കുറച്ച്, അല്പം എന്നൊക്കെയാണ്. ഷുഗർ പഞ്ചസാര, in the bowl കിണ്ണത്തിൽ there is some sugar കുറച്ച് പഞ്ചസാരയുണ്ട്. കിണ്ണത്തിൽ കുറച്ച് പഞ്ചസാരയുണ്ട്. അതിൻ്റെ നെഗറ്റീവ് നോക്കൂ. there is കഴിഞ്ഞ് നോട്ട് ചേർക്കുക. there is not ചുരുക്കി there isn't. എനി അല്ലെങ്കിൽ മച്ച്, ഇങ്ങനെ രണ്ട് വാക്ക് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. എനിയും ഉപയോഗിച്ച് ആ സെൻറ്റൻസ് പറഞ്ഞു പഠിക്കുക, അതുപോലെ മച്ച് ഉപയോഗിച്ചും ആ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കണം. അപ്പം ആദ്യം നമുക്ക് there isn't any sugar in the bowl എന്നർത്ഥം എടുക്കാം. there isn't ഇല്ല, any sugar ഒട്ടും പഞ്ചസാര, in the bowl കിണ്ണത്തിൽ ഒട്ടും പഞ്ചസാര ഇല്ല, അല്പം പോലും ഇല്ല എന്നാണ് അവിടെ എനിയുടെ അർത്ഥം വരുന്നത്. there isn't any sugar in the bowl. ഷുഗറിൽ പഞ്ചസാര ഇല്ല എന്ന് വെച്ചാൽ ഒട്ടും ഇല്ല. അതേസമയം എനിക്ക് പകരം നമ്മൾ മച്ച് ചേർക്കുകയാണെന്ന് കരുതുക. there isn't much sugar in the bowl. കിണ്ണത്തിൽ അധികം പഞ്ചസാരയില്ല, ഒത്തിരി പഞ്ചസാരയില്ല. മച്ചെന്ന് വെച്ചാൽ അധികം, വളരെ എന്നൊക്കെ, വളരെയധികം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒത്തിരി പഞ്ചസാര കിണ്ണത്തിൽ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ലേശം അതിലുണ്ട്, അല്പം പഞ്ചസാര അതിലുണ്ട് എന്നാണ് മച്ചിനർത്ഥം വരിക. അതേസമയം എനി ചേർത്താൽ there isn't any sugar in the bowl എന്ന് പറഞ്ഞാൽ കിണ്ണത്തിൽ പഞ്ചസാര ഒട്ടുമില്ല. അതേസമയം there isn't much sugar in the bowl എന്ന് വെച്ചാൽ കിണ്ണത്തിൽ അധികം പഞ്ചസാരയില്ല. ഇനി ശ്രദ്ധിക്കുക, ഈ മച്ച് ചേർക്കുന്നത് അൺകൗണ്ടബിൾ നൗണുകളുടെ കൂടെയാണ്, എണ്ണാൻ കഴിയാത്ത നാമങ്ങളുടെ കൂടെയാണ്. നാമങ്ങളുടെ തൊട്ട് മുമ്പാണ്. ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഷുഗറിൻ്റെയും വാട്ടറിൻ്റെയും മിൽക്കിൻ്റെയും പെട്രോളിൻ്റെയും ഓയിലിൻ്റെയും ഓക്സിജൻ്റെയും കോഫിയുടെയും മുമ്പിലാണ് മച്ച് ചേർത്തിരിക്കുന്നത്. ആ പച്ച മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകളെല്ലാം തന്നെ അൺകൗണ്ടബിൾ നൗൺസാണ്, എണ്ണാൻ കഴിയാത്ത നാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്ലൂറൽ ഫോം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ എണ്ണാൻ കഴിയാത്ത നാമങ്ങളുടെ മുമ്പിൽ വേണം മച്ച് ചേർക്കുവാൻ. ഇനി എണ്ണാൻ കഴിയുന്ന നാമങ്ങളാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ
മെനി MENY മെനി എന്ന വാക്കാണ് ചേർക്കുന്നത്. അത് നമുക്ക് അടുത്തിന് പഠിക്കും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ദെയർ ഈസ് എനി ഷുഗർ ഇൻ ദ ബോൾ. കിണ്ണത്തിൽ ഒട്ടും പഞ്ചസാരയില്ല. ദെയർ ഈസ് മച്ച് ഷുഗർ ഇൻ ദ ബോൾ. കിണ്ണത്തിൽ അധികം പഞ്ചസാരയില്ല. ആ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക. അത് രണ്ടും രണ്ട് സെൻറ്റൻസ് ആക്കി നമുക്ക് എഴുതാൻ സാധിക്കും, പറയാനും സാധിക്കും. നെക്സ്റ്റ്, ദെയർ ഈസ് സം വാട്ടർ ഇൻ ദ ജഗ്. ദെയർ ഈസ് ഉണ്ട്, സം കുറച്ച്, അല്പമെന്നും അർത്ഥമുണ്ട്. വാട്ടർ വെള്ളം, ഇൻ ദ ജഗ് ജഗ്ഗിൽ കുറച്ച് വെള്ളമുണ്ട്. അതിൻ്റെ നെഗറ്റീവ് ദെയർ ഈസ് കഴിഞ്ഞ നോട്ട് ചേർത്ത് ബാക്കി വായിച്ചാൽ മതി. ദെയർ ഈസ് അഥവാ ദെയർ ഈസ് നോട്ട് എനി വാട്ടർ ഇൻ ദ ജഗ്. ജഗ്ഗിൽ ഒട്ടും വെള്ളമില്ല. അല്ലെങ്കിലോ ദെയർ ഈസ് മച്ച് വാട്ടർ ഇൻ ദ ജഗ്. ജഗ്ഗിൽ അധികം വെള്ളമില്ല. നെക്സ്റ്റ്, ദെയർ ഈസ് സം മിൽക്ക് ഇൻ ദ കപ്പ്. ദെയർ ഈസ് ഉണ്ട്, സം കുറച്ച്, മിൽക്ക് പാല്, ഇൻ ദ കപ്പ് കപ്പിൽ കുറച്ച് പാലുണ്ട്. നെഗറ്റീവ് ആക്കുവാൻ ദെയർ ഈസ് കഴിഞ്ഞ് നോട്ട് ചേർക്കുക. ദെയർ ഈസ് നോട്ട് ചുരുക്കി ദെയർ ഈസ് എനി മിൽക്ക് ഇൻ ദ കപ്പ്. കപ്പിൽ ഒട്ടും പാലില്ല. അല്ലെങ്കിലോ മച്ച് ചേർത്ത് പറഞ്ഞാൽ ദെയർ ഈസ് മച്ച് മിൽക്ക് ഇൻ ദ കപ്പ്. കപ്പിൽ അധികം പാലില്ല. നെക്സ്റ്റ്, ദെയർ ഈസ് സം പെട്രോൾ ഇൻ ദ കാർ. കാറിൽ കുറച്ച് പെട്രോൾ ഉണ്ട്. ദെയർ ഈസ് ഉണ്ട്, സം കുറച്ച്, പെട്രോൾ ഇൻ ദ കാർ. കാറിൽ പെട്രോൾ കുറച്ചുണ്ട്. ദെയർ ഈസ് സം പെട്രോൾ ഇൻ ദ കാർ. നെക്സ്റ്റ്, നെഗറ്റീവ് ആക്കുവാൻ ദെയർ ഈസ് കഴിഞ്ഞ് നോട്ട്. ദെയർ ഈസ് നോട്ട് ചുരുക്കി ദെയർ ഈസ് അതിന് ശേഷം എനി. ദെയർ ഈസ് എനി പെട്രോൾ ഇൻ ദ കാർ. എനി പെട്രോൾ ഇൻ ദ കാർ. കാറിൽ ഒട്ടും പെട്രോൾ ഇല്ല. അതുപോലെ ദെയർ ഈസ് മച്ച് പെട്രോൾ ഇൻ ദ കാർ. കാറിൽ അധികം പെട്രോൾ ഇല്ല. നെക്സ്റ്റ്, ദെയർ ഈസ് സം ഓയിൽ ഇൻ ദ ബോട്ടിൽ. ദെയർ ഈസ് ഉണ്ട്, സം കുറച്ച്, ഓയിൽ എണ്ണ, ഇൻ ദ ബോട്ടിൽ കുപ്പിയിൽ കുറച്ച് എണ്ണയുണ്ട്. അതിൻ്റെ നെഗറ്റീവ് ദെയർ ഈസ് എനി ഓയിൽ ഇൻ ദ ബോട്ടിൽ. കുപ്പിയിൽ ഒട്ടും എണ്ണയില്ല. അല്ലെങ്കിലോ ദെയർ ഈസ് മച്ച് ഓയിൽ ഇൻ ദ ബോട്ടിൽ. കുപ്പിയിൽ അധികം എണ്ണയില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ദെയർ ഈസ് സം ഓക്സിജൻ ഇൻ ദ സിലിണ്ടർ. ദെയർ ഈസ് ഉണ്ട്, സം കുറച്ച്, ഓക്സിജൻ ഇൻ ദ സിലിണ്ടർ. സിലിണ്ടറിൽ കുറച്ച് ഓക്സിജൻ ഉണ്ട്. അതിൻ്റെ നെഗറ്റീവ് ദെയർ ഈസ് എനി ഓക്സിജൻ ഇൻ ദ സിലിണ്ടർ. സിലിണ്ടറിൽ ഒട്ടും ഓക്സിജൻ ഇല്ല. അല്ലെങ്കിൽ മച്ച് ചേർത്താൽ ദെയർ ഈസ് മച്ച് ഓക്സിജൻ ഇൻ ദ സിലിണ്ടർ. സിലിണ്ടറിൽ അധികം ഓക്സിജൻ ഇല്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, ദെയർ ഈസ് സം കോഫി ഇൻ ദ ഗ്ലാസ്. ദെയർ ഈസ് ഉണ്ട്, സം അല്പം അല്ലെങ്കിൽ കുറച്ച്, കോഫി ഇൻ ദ ഗ്ലാസിൽ അല്പം കോഫി ഉണ്ട്. അത് നെഗറ്റീവ് ആക്കുവാൻ ദെയർ ഈസ് എനി കോഫി ഇൻ ദ ഗ്ലാസ്. ഗ്ലാസിൽ ഒട്ടും കോഫി ഇല്ല. അല്ലെങ്കിൽ മച്ച് ചേർത്ത് പറഞ്ഞാൽ ദെയർ ഈസ് മച്ച് കോഫി ഇൻ ദ ഗ്ലാസ്. ഗ്ലാസിൽ അധികം കോഫി ഇല്ല. ഇവിടെ ശ്രദ്ധിക്കുവാനുള്ളത്, ഇവിടെ നമ്മൾ സം, എനി ഈ രണ്ട് വാക്കുകളുടെ പ്രത്യേകത പഠിക്കണം. ഒരു സെൻറ്റൻസിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് സം ചേർക്കേണ്ടത്. ഒരു സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസിൽ ഇല്ല എന്ന അർത്ഥം വരുന്ന സെൻറ്റൻസുകളിലാണ് എനി ചേർക്കേണ്ടത്. ശ്രദ്ധിക്കുക. സമ്മ് ചേർക്കേണ്ടത് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്ന സെൻറ്റൻസുകളിൽ, അതായത് പോസിറ്റീവ് അഫർമേറ്റീവ് സെൻറ്റൻസുകളിൽ സം ചേർക്കും. നെഗറ്റീവ് സെൻറ്റൻസുകളിൽ എനി ചേർക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമ്മിനെയും എനിയെയും പറ്റി ഞാൻ അല്പം കൂടുതലായിട്ട് അടുത്ത പേജുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കൂടുതൽ മനസ്സിലാവും. അപ്പം ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ശ്രദ്ധിക്കുന്നു. ദെയർ ഈസ് നോട്ട് അഥവാ ദെയർ ഈസ് ചേർത്തിരിക്കുന്നു. അല്ലെങ്കിൽ ചേർക്കേണ്ട വിധം എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺസ് സിംഗുലറിൻ്റെ കൂടെയും എണ്ണാൻ കഴിയുന്ന നാമങ്ങളുടെ ഏകവചനങ്ങളുടെ കൂടെയും എണ്ണാൻ കഴിയാത്ത നാമങ്ങളുടെ ഏകവചനങ്ങളുടെ കൂടെയും. അതിന് ബഹുവചന രൂപം ഉണ്ടായിരിക്കുകയില്ല എണ്ണാൻ കഴിയാത്തതിന്. അപ്പോൾ രണ്ടിൻ്റെയും ഏകവചനങ്ങളുടെ കൂടെ, കൗണ്ടബിൾ നൗൺസിൻ്റെയും അൺകൗണ്ടബിൾ നൗൺസിൻ്റെയും ഏകവചനങ്ങളുടെ കൂടെയാണ് ദെയർ ഈസിൻ്റെ അഥവാ ദെയർ ഈസ് നോട്ട് ഉപയോഗിക്കേണ്ടത്. അടുത്ത് നമുക്ക് നോക്കാം, ദെയർ ആർ നോട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ദെയർ ഈസിൻ്റെ പ്ലൂറൽ ഫോമാണ്, ദെയർ ഈസിൻ്റെ പ്ലൂറൽ ഫോമാണ് ദെയർ ആർ. അതുപോലെ ദെയർ ഈസ് നോട്ടിൻ്റെ പ്ലൂറൽ ഫോമാണ് ദെയർ ആർ നോട്ട്. ചുരുക്കി ദെയർ ആറിൻ്റെ അർത്ഥം ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇത് പ്ലൂറൽ ഫോമാണ്. അപ്പോൾ ഇത് ചേർക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് കൗണ്ടബിൾ നൗൺസിൻ്റെ പ്ലൂറലിൻ്റെ കൂടെയാണ്.
കൗണ്ടബിൾ നൗൺസിൻ്റെ സിംഗുലറിൻ്റെ കൂടെ നമ്മൾ there is നോട്ട് ചേർത്തു. ഇവിടെ കൗണ്ടബിൾ നൗൺസിൻ്റെ പ്ലൂറലിൻ്റെ ബഹുവചനത്തിൻ്റെ കൂടെ വേണം there are നോട്ട് അല്ലെങ്കിൽ there are ഇൻഡ് ചേർക്കണം. ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒന്നിലധികം സാധനങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് there are നോട്ട് ചേർക്കേണ്ടത്. ഇനി നോക്കൂ, there are many trees in the yard. there are ഉണ്ട്, many അനേകം, trees മരങ്ങൾ, in the yard മുറ്റത്ത് അനേകം മരങ്ങളുണ്ട്. അത് നെഗറ്റീവ് ആക്കുവാൻ there are കഴിഞ്ഞ് നോട്ട് ചേർത്താൽ മതി. there are not any trees in the yard. അവിടെ many എന്നത് നെഗറ്റീവിൽ any ആയിട്ട് മാറും. അല്ല ഇല്ല എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകളിൽ any ചേർക്കണം. there are any trees in the yard. മുറ്റത്തിൽ ഒരു മരങ്ങളും ഇല്ല. അപ്പോൾ അത് നെഗറ്റീവ് പ്ലൂറൽ ഫോമിലാണ്. നെക്സ്റ്റ് നോക്കൂ, there are many pots in the kitchen. there are ഉണ്ട്, many അനേകം, pots കലങ്ങൾ, in the kitchen അടുക്കളയിൽ ഒത്തിരി കലങ്ങളുണ്ട്. അത് നെഗറ്റീവ് ആക്കുവാൻ there are കഴിഞ്ഞ് നോട്ട് ചേർത്തു. there are any pots in the kitchen. അടുക്കളയിൽ ഒരു കലങ്ങളും ഇല്ല. നെക്സ്റ്റ്, there are many teachers in the school. there are ഉണ്ട്, many അനേകം, teachers അധ്യാപകർ, in the school സ്കൂളിൽ അനേകം അധ്യാപകർ ഉണ്ട്. അതിൻ്റെ നെഗറ്റീവ് ഫോം there are any teachers in the school. സ്കൂളിൽ ഒരു അധ്യാപകരും ഇല്ല. there are many dogs at the gate. there are ഉണ്ട്, many അനേകം, dogs പട്ടികൾ, at the gate ഗേറ്റിനടുത്ത്, ഗേറ്റിനരികെ അല്ലെങ്കിൽ ഗേറ്റിനടുത്ത് അനേകം പട്ടികളുണ്ട്. നെഗറ്റീവ് ആക്കുവാൻ there are കഴിഞ്ഞ് നോട്ട് ചേർത്ത് ബാക്കി തുടർന്ന് വായിക്കുക. ഇടയ്ക്ക് any നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് any ഇടയ്ക്ക് വരും. there are any dogs at the gate. there are ഇല്ല, any dogs ഒരു പട്ടികളും, at the gate ഗേറ്റിനടുത്ത് പട്ടികളൊന്നും തന്നെ ഇല്ല. there are many books on the table. there are ഉണ്ട്, many അനേകം, books പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബുക്കുകൾ, on the table മേശപ്പുറത്ത് അനേകം പുസ്തകങ്ങൾ ഉണ്ട്. there are any books on the table. there are ഇല്ല, any books ഒരു പുസ്തകങ്ങളും, on the table മേശപ്പുറത്ത്. അതാണ് അതിൻ്റെ നെഗറ്റീവ്. മേശപ്പുറത്ത് ഒരു പുസ്തകങ്ങളും ഇല്ല. നെക്സ്റ്റ്, there are many cows in the field. there are ഉണ്ട്, many അനേകം, cows പശുക്കൾ, in the field വയലിൽ അനേകം പശുക്കളുണ്ട്. അതിൻ്റെ നെഗറ്റീവ് there are any cows in the field. there are ഇല്ല, any cows ഒരു പശുക്കളും, in the field വയലിൽ ഒരു പശുക്കളും ഇല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, many എന്ന വാക്ക് തന്നിരിക്കുന്നു ആദ്യത്തെ സെൻറ്റൻസുകളിൽ. അത് അഫിർമേറ്റീവ് സെൻറ്റൻസുകളാണ്. അതിൽ അനേകം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്ന അർത്ഥത്തിൽ many തന്നിട്ടുണ്ട്. ഇത് മെനിക്ക് ശേഷം വരുന്ന ആ പച്ച ഇംഗിൾ ടൈപ്പ് ധരിക്കുന്ന നൗൺസുകൾ നോക്കൂ. ട്രീസ്, പോട്ട്സ്, ടീച്ചേഴ്സ്, ഡോഗ്സ്, ബുക്സ്, കൗസ്. അതിൻ്റെയൊക്കെ സിംഗുലർ നോക്കിയാൽ ട്രീ, പോട്ട്, ടീച്ചർ, ഡോഗ്, ബുക്ക്, കൗ. ഇതൊക്കെ എണ്ണാൻ കഴിയുന്ന നാമങ്ങളാണ്. എണ്ണാൻ കഴിയുന്ന നാമങ്ങളായതുകൊണ്ടാണ് അതിന് പ്ലൂറൽ വന്ന് അവസാനം നമ്മൾ എസ് ചേർത്ത് പ്ലൂറലിലൂടെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ മെനി ചേർക്കുന്ന നിയമം എന്ന് വെച്ചാൽ കൗണ്ടബിൾ നൗൺസ് പ്ലൂറൽ അതിൻ്റെ കൂടെയാണ് മെനി ചേർക്കുന്നത്. എണ്ണാൻ കഴിയുന്ന പ്ലൂറൽ നൗണുകളുടെ മുമ്പിലാണ് മെനി ചേർക്കേണ്ടത്. അതേസമയം എണ്ണാൻ കഴിയാത്ത നാമങ്ങളുടെ മുമ്പിൽ മച്ച് ചേർക്കും. പക്ഷേ അതിലെ നാമങ്ങൾ ഏകവചനമായിരിക്കും. നമ്മൾ തൊട്ട് മുമ്പ് അത് പഠിച്ചു, മച്ച് ചേർത്ത്. അത് എണ്ണാൻ കഴിയാത്ത നാമങ്ങളുടെ മുമ്പിൽ മച്ച് ചേർക്കും. അത് സാധാരണ രീതിയിൽ സിംഗുലർ ഫോമിലുള്ള നൗണുകളായിരിക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് പ്ലൂറൽ ഫോം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം ഇവിടെ മെനി ചേർക്കേണ്ടത് എണ്ണാൻ കഴിയുന്ന നാമങ്ങളുടെ പ്ലൂറലിൻ്റെ ഫ്രണ്ടിൽ വേണം മെനി ചേർക്കുവാൻ. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അല്ലാത്തത് സിംഗുലർ നൗണുകളാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ എ അല്ലെങ്കിൽ ആൻ, ഒരു എന്ന അർത്ഥത്തിലുള്ള വാക്കുകളെ വരൂ. ഇത് ഒന്നിൽ കൂടുതൽ, അനേകം എന്ന അർത്ഥത്തിലുള്ള മെനി എന്ന വാക്കാണ് ചേർക്കേണ്ടത്. അതുപോലെ എനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എനിയെപ്പറ്റി വീണ്ടും വിശദീകരിച്ചപ്പുറത്ത് പറയുന്നുണ്ട് ഞാൻ. സാധാരണ ചോദ്യവാചകങ്ങളിലും അല്ല ഇല്ല എന്ന് ഉത്തരം വരുന്ന വാചകങ്ങളിലുമാണ് എനി ചേർക്കേണ്ടത്. അപ്പോൾ ഈ പേജിൽ നമ്മൾ there are not അല്ലെങ്കിൽ
ദെയർ ആറിൻറ്റിനെ പറ്റി ഇല്ല എന്ന രൂപത്തിലുള്ള പ്ലൂറൽ ഫോമിലുള്ള ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയെ പറ്റിയാണ് പഠിക്കുന്നത്. അത് കൗണ്ടബിൾ നൗൺസ് പ്ലൂറലിൻ്റെ കൂടെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത് ഇനി അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഇല്ലാത്തത് കൊണ്ട് അതിനോട് ദെയർ ആർ നോട്ട് ചേർത്ത് വാചകങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ദെയർ ആർ നോട്ട് എന്ന അതിൻ്റെ ഉപയോഗം കൗണ്ടബിൾ നൗൺസ് പ്ലൂറലിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ. അതേസമയം ദെയർ ഈസ് നോട്ടിന് സിംഗുലറായിട്ടുള്ള കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയും അതുപോലെ സിംഗുലറായിട്ടുള്ള അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയും നമ്മൾ തൊട്ട് മുമ്പ് ചേർത്ത് പഠിച്ചിരുന്നു. ഈ വ്യത്യാസം ഒന്നുകൂടെ മനസ്സിരുത്തി ശ്രദ്ധിക്കണം. പഠിക്കുവാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, പിന്തുടരുക. അടുത്തതായിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കുന്നത് ഇന്ന് പഠിച്ച നമ്മൾ ആദ്യം ദെയർ ഈസ് പഠിച്ചു, ദെയർ ആറും പഠിച്ചു, പിന്നീട് ദെയർ ഈസിൻ്റും ദെയർ ആറിൻ്റും ഇന്ന് നമ്മൾ പഠിച്ചു. ഇനി ദെയർ ഈസിനെ തിരിച്ചിട്ട് ഈസ് ദെയർ, ദെയർ ആറിനെ തിരിച്ചിട്ടാൽ ആർ ദെയർ. ഇതിന് ഉണ്ടോ എന്നർത്ഥമാണ് വരിക. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠമായിരിക്കും നമ്മൾ അടുത്ത പാർട്ടിൽ വിശദീകരിക്കുന്നത്. Please share and subscribe this channel if you like this channel. Thank you very much.